മക്കളെ, അഖിൽ നമസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിങ് അടുത്ത് എത്താറായിട്ടുണ്ട് അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ ഓണം എക്സാമിന് ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് എക്കണോമിക്സിലുള്ള ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്കറിയാം ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഒരു 2 എണ്ണമെങ്കിലും എന്തായാലും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നായിരിക്കും. അതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഉറപ്പായും ഒരു ചോദ്യം ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും ഈ വീഡിയോയുടെ അവസാനം ആകുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് നോക്കാം ബഡ്ജറ്റ് ലൈൻ. ആദ്യം തന്നെ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ 2 പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻകം മുഴുവനും അയാൾ സ്പെൻഡ് ചെയ്തിട്ട് 2 പ്രൊഡക്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ ആ 2 പ്രോഡക്ട്സ് എത്ര അളവിൻ്റെ കോമ്പിനേഷൻസിൽ അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ബഡ്ജറ്റ് ലൈൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ലൈനാണ്. ബഡ്ജറ്റ് ലൈൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്, ലീനിയർ ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ ഈ ബഡ്ജറ്റ് ലൈനകത്ത് ഏത് ബണ്ടിലെടുത്താലും ഇതൊരു ബണ്ടിലാണെങ്കിൽ ഇതിന് പ്രത്യേകത നമുക്കറിയാം. ഈ ബണ്ടിലുകളെല്ലാം കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള മുഴുവൻ ഇൻകവും സ്പെൻഡ് ചെയ്തിട്ട് അയാൾ വാങ്ങിക്കുന്ന ബണ്ടിലുകളായിരിക്കും. ഓക്കെ, ഇനി ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി പറയാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ തന്നെയാണ്. നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോർമാറ്റ് P1x1 + P2x2 = M എന്നുള്ളതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇതിൽ P1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആണ്, x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആണ്, P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആണ്, x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ M എന്ന് പറയുന്നത് കൺസ്യൂമറിൻ്റെ ഇൻകം ആണ്. ഓക്കെ, ഇതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ കൂടി ഉണ്ട്. അതൊന്ന് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, മറ്റൊന്ന് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇതിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് ലൈൻ നമ്മുടെ എക്സ് ആക്സിസിൽ എവിടെ ചെന്ന് മുട്ടുന്നു, അതായത് ഈ ഒരു പോയിന്റ് ആയിരിക്കണം അല്ലേ? ഇതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M/P1 ആണ്. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച്, അതായത് ബഡ്ജറ്റ് ലൈൻ y ആക്സിസിൽ എവിടെ ചെന്ന് മുട്ടുന്നോ അതായിരിക്കും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M/P2. ഇനി ഇതൊന്നും കൂടാതെ ഒരേ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ത്? അതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. അത് കാണാനുള്ള ഇക്വേഷൻ -P1/P2. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പോകാം. 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്കിനി കടക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കിനി ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് തന്നെ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൺസ്യൂമർ 2 പ്രോഡക്റ്റ്സ് ആണ് വാങ്ങിക്കാൻ പോകുന്നത്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. പ്രൈസസ് 2 പ്രൊഡക്റ്റിൻ്റെ പ്രൈസസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 4 ആണ്, രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 5 ആണ്. അതുപോലെ തന്നെ അയാളുടെ ഇൻകം 20 രൂപയാണ്. ഇത്രയും ഇൻഫർമേഷൻസേ എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാവുള്ളൂ. ഇത് മാത്രം മതി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചു ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. P1 നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി മാറ്റി വെക്കണം. P1 ഒന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇവിടെ 4 ആണ്. ഇനി P2 രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇവിടെ 5 ആണ്. ഇനി M ഇവിടെ ഇൻകം അതായത് 20 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാമല്ലോ അല്ലേ? P1x1 + P2x2 = M ആണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ P1 4 ആണ്. സോ 4x1 + 5x2, അതായത് P2 5 ആയിരുന്നു, അതുപോലെ തന്നെ M 20 ആണ്. സോ =20. ഇതാണ് ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദി ബഡ്ജറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ആണല്ലോ. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. M/P1 ആണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എങ്കിൽ 20/4. അത് നമുക്ക് 5 ആണെന്ന് ആൻസർ കിട്ടും. ഇനി M/P2 ആണ് നമുക്ക് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എങ്കിൽ
20/5 അത് 4 ആണെന്നും ആൻസർ കിട്ടും. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ബഡ്ജറ്റ് ലൈൻ്റെ ഒരു ബേസ് ഫോർമാറ്റ് ആണ്. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 5 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ 5ൻ്റെ അവിടെ ഞാൻ ചെറുതായി മാർക്ക് ചെയ്തു. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമുക്ക് 4 ആണല്ലോ കിട്ടിയത്. അപ്പോൾ 4ൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ഇനി ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബഡ്ജറ്റ് ലൈൻ വരച്ച് വെച്ചാൽ പോരാ, ആ ബഡ്ജറ്റ് ലൈൻ്റെ മേലെ ആ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എപ്പോഴും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതും? 4x1 + 5x2 = 20 എന്ന് നമ്മൾ അതിൻ്റെ മേലെ എഴുതി വയ്ക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ബഡ്ജറ്റ് ലൈൻ വരച്ചു. അടുത്തത്, ഹൗ മച്ച് ഓഫ് ഗുഡ് വൺ ക്യാൻ ദ കൺസ്യൂമർ കൺസ്യൂം ഇഫ് ഷി സ്പെൻഡ് ഹെർ എൻറ്റയർ ഇൻകം ഓൺ ഗുഡ് വൺ? അതായത് അവളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള എൻറ്റയർ ഇൻകവും ഗുഡ് വണ്ണ് മാത്രം വാങ്ങാനായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ എത്ര ഗുഡ് വണ്ണ് വാങ്ങിക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയാണുള്ളത് എന്നാലോചിക്കാം. എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. ഞാൻ ആപ്പിളാണ് വാങ്ങിക്കാൻ പോകുന്നത്. ആപ്പിളിൻ്റെ വില 100 രൂപയാണ്. ഞാൻ ഈ 1000 രൂപയും ആപ്പിൾ വാങ്ങാൻ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പറ്റും? 1000/100 ആണല്ലോ അല്ലേ? 1000/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 20 രൂപയാണ് കയ്യിലുള്ളത്. ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് 4 രൂപയാണ്. അങ്ങനെയെങ്കിൽ എത്ര ഒന്നാമത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും? 20/4 ചെയ്താൽ മതി. അത് തന്നെയായിരുന്നു നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും അല്ലേ? അപ്പോൾ സി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. 20/4 5. ഇപ്പോൾ അളവൊന്നും ഇല്ലാത്ത കാരണം ഞാൻ kg എന്ന് വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. 5 കിലോ ഒന്നാമത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഇത് നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം. -P1/P2 ആണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. P1 4 ആണെന്നും P2 5 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഇത് വെച്ച് ക്ലോസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 0.8 എന്നും കൂടെ കണ്ടുപിടിച്ച് എഴുതിയാൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിച്ചല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇഫ് ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ടു ₹40, വാട്ട് ഹാപ്പൻസ് ടു ദി ബഡ്ജറ്റ് ലൈൻ? പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ നിങ്ങളോട് പറയുന്നില്ല, ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാനും പറയുന്നില്ല. ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിക്കും എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇൻകം കൂടി 40 ആകുന്നുണ്ട്. 20ൽ നിന്ന് ഇൻകം കൂടി 40 ആവുന്നുണ്ട്. ഇൻകം കൂടിയ സാധാരണ എന്താ സംഭവിക്കുക? എൻ്റെ കയ്യിലുള്ള പൈസ കൂടി, അപ്പോൾ ഞാൻ 2 പ്രൊഡക്റ്റുകളും വാങ്ങിക്കുന്ന അളവും കൂടും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും? പുറത്തേക്ക്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആകും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണെന്ന്. അതായത് ബഡ്ജറ്റ് ലൈൻ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. ഇനി അടുത്തത്, ഫ്രെയിം ദി ന്യൂ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് എഴുതാം. പുതിയ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറയുമ്പോൾ അവിടെ പ്രൈസിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഒന്നാമത്തെ രണ്ടാമത്തെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ 4x1 + 5x2 = M20ക്ക് പകരം 40 ആണ്. സോ അവിടെ ഞാൻ 40 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ കഴിഞ്ഞു. ദെൻ ഡ്രോ ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. ഇനിയാണ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്? പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ഇത് പഴയ ബഡ്ജറ്റ് ലൈൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും പുതിയ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും നമ്മൾ കണ്ടുപിടിക്കണം വേണം അല്ലേ? എം മാറിയിട്ടുണ്ട്. സോ 40/4 40/5. ഇവിടെ 8 കിട്ടും, ഇവിടെ 10 കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 10ഉം അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 8ഉം കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈനായി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തായിട്ടുണ്ട്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കാം. 4x1 + 5x2 = 40. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ് ഓഫ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. ഇവിടെയാണ് പലരും കൺഫ്യൂസിങ് ആകാൻ സാധ്യതയുള്ളത്. നിങ്ങൾ വീണ്ടും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പോകും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ P1ഉം P2ഉം മാറുന്നില്ല. അതുകൊണ്ട് സ്ലോപ്പിലും ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നമുക്ക് നോ ചേഞ്ച് എന്ന് തന്നെ എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. നോ ചേഞ്ച് ഇൻ സ്ലോപ്പ് അല്ലേ? ദെൻ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് ടു ദി ബഡ്ജറ്റ് ലൈൻ ഇഫ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ് വൺ റൈസസ് ടു ₹5 ബട്ട് ഇൻകം ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് 2 റിമെയിൻ ദ സെയിം? അതായത് പ്രൈസ് ഓഫ് ഗുഡ് 2ലും ഇൻകത്തിലും മാറ്റമില്ല, പ്രൈസ് ഓഫ് ഗുഡ് 1 മാത്രം കൂടി ₹5 ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. പുതിയ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. അതായത് പ്രൈസ് കൂടുന്നുണ്ട് അല്ലേ, ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ M/P1 20ൽ 4ന് പകരം 5 ഇട്ട് കൊടുക്കേണ്ടി വരും. 4 ആയിരിക്കും. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആസ് യൂഷ്വൽ 4 തന്നെ ആയിരിക്കും. അതിൽ മാറ്റം ഉണ്ടാവില്ല. കാരണം എന്താണ്? രണ്ടാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ മാറ്റമില്ല. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും 4 ആണെന്ന് കിട്ടും. ഇതാണ് പുതിയ ബഡ്ജറ്റ് ലൈൻ. നമുക്കറിയാം ഒന്നാമത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാൽ നമ്മളത് വാങ്ങിക്കുന്ന അളവ് കുറയും. അതുകൊണ്ട് ബഡ്ജറ്റ് ലൈൻ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങിയിട്ടുണ്ട്. പുതിയ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 5x1 + 5x2 = 20. ഇതായിരിക്കും നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും അറിയാം. ഇത് സോൾവ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാതുള്ളത്. ഇതൊരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനേക്കാളും വലിയ ക്വസ്റ്റ്യൻ ഒന്നും വരാനില്ല. അപ്പോൾ ഇനി ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും സിമ്പിളായിട്ട് 8 മാർക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.